ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഓണം സീരീസ് 4ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേതിലും ഓണം സ്പെഷ്യൽ റെസിപ്പീസും കാര്യങ്ങളും വിശേഷങ്ങളും അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു സ്പെഷ്യൽ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ചിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മത്തനാണ് കേട്ടോ. അപ്പോൾ മത്തനുണ്ട്, ഒരു വലിയ കഷ്ണം മത്തൻ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഓലനും ഉണ്ടാക്കാം. അതുപോലെ തന്നെ എരിശ്ശേരി വറുത്ത എരിശ്ശേരി, സാധാ എരിശ്ശേരിയല്ല, വറുത്ത എരിശ്ശേരിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. രണ്ടും നല്ല അടിപൊളി റെസിപ്പിയല്ല, സദ്യയിൽ നല്ല ടേസ്റ്റുള്ള 2 റെസിപ്പി തന്നെയാണ് കേട്ടോ. ഓലൻ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. കുറച്ച് 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത് ഈ ആദ്യമായിട്ട് എന്താ പറയുക, പാചകത്തിലേക്ക് കടന്നു വരുന്നവരും ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ചില ഡൗട്ടുകളും കാര്യങ്ങളും പാചകത്തിലൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഹെൽപ്ഫുൾ ആവും. അവർക്ക് ഒരു സദ്യ ഉണ്ടാക്കണം, എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം, ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ സദ്യ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സദ്യ ഉണ്ടാക്കാൻ മാത്രമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവരുടെ നല്ല അപ്രീസിയേഷൻ കിട്ടുന്ന രീതിയിലുള്ള റെസിപ്പികളും വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളെ വറുത്ത എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള മത്തങ്ങ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ എടുക്കേണ്ടത്. തൊലിയെല്ലാം മൊത്തം കളഞ്ഞിട്ട് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഓലനിലേക്ക് വേണമെങ്കിൽ ഇളയ മത്തനൊക്കെ ആണെങ്കിൽ തൊലിയോടെ തന്നെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം കുറച്ച് അത്യാവശ്യം മൂത്ത മത്തനാണ് കേട്ടോ, നല്ലോണം മൂത്ത മത്തനാണ് കേട്ടോ നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടത്. ഓലന് കുഴപ്പമില്ല. അപ്പോൾ രണ്ടും 2 രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ സദ്യക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിൽ ഒരു എന്താ പറയുക, ഭയങ്കര പ്രധാനമുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ രീതിയിലാണ് അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ ക്യൂബായിട്ടാണ് നമ്മൾ എരിശ്ശേരിക്ക് വേണ്ടത് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയും വേണം, എന്നാൽ ഫുള്ളായിട്ട് അങ്ങ് ഉടയും ചെയ്യരുത്. അങ്ങനെയാണ് എരിശ്ശേരിയിലേക്ക് ഉണ്ടാവുക. പിന്നെ ഓലനിലേക്കുള്ളത് അറിയാലോ, കുറച്ച് തിന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ ആണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയും അരിഞ്ഞെടുക്കുക. ഓലനിലേക്ക് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് മത്തനും വൻപയറും നമ്മുടെ പയറില്ലേ, സാധാരണ നീളത്തിലുള്ള പയർ, പച്ചപ്പയർ, അതുമാണ് കേട്ടോ എടുക്കുന്നത്. ഇത് വേറെ രീതിയിലും എടുക്കാം. നമ്മുടെ കുമ്പളങ്ങയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. കുമ്പളങ്ങയും ഈ പച്ചപ്പയറും വൻപയറും അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ പച്ചപ്പയറില്ലെങ്കിൽ വൻപയറും കുമ്പളങ്ങയും എടുക്കാം. ഇനി അല്ലെങ്കിൽ വൻപയറും മത്തനും കുമ്പളങ്ങയും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ എടുക്കാം കേട്ടോ, കയ്യിലുള്ളതിനൊക്കെ അനുസരിച്ച് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ മത്തനും ഈ പയറും വൻപയറും കൂടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വൻപയർ ഞാൻ ഉപ്പ് ചേർത്തിട്ട് എരിശ്ശേരിക്കും നമുക്ക് വൻപയർ വേണം. അപ്പോൾ രണ്ടിനുള്ള വൻപയർ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 5-6 മണിക്കൂർ കുതിർത്ത വൻപയറിനെ ഒരു 2 വിസിലടിക്കുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിൽ 2 വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2ലേക്കും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വൻപയർ വേണം. പിന്നെ ഞാൻ കൂട്ടത്തിൽ രസവും ഉണ്ടാക്കുന്നുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ റെസിപ്പി ചെയ്തിട്ടുള്ളതാണ്. നല്ല കിടിലൻ രസമാണ്. അതിലേക്ക് മല്ലിയിലേൻ്റെ ലീഫല്ല, ആ തണ്ടില്ലേ, വേര് ഭാഗം നമുക്ക് നന്നായിട്ട് മണ്ണുള്ള ഭാഗം നന്നായിട്ട് കഴുകിയിട്ട് അതെടുക്കാം കേട്ടോ. അതും ഇനിയിപ്പോൾ വേര് ഭാഗം ഇല്ലെങ്കിൽ കുറച്ച് മേലേക്ക് ലീഫിൻ്റെ കുറച്ച് ഇങ്ങനെ ലീഫ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് താഴേക്കുള്ള ആ തണ്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നമ്മളെ വൻപയറെല്ലാം കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എരിശ്ശേരിയിലേക്ക് ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഉരുളിയിലോ പാനിലോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൽ ഇപ്പോൾ എല്ലാവരും ചെയ്തെടുക്കുന്നത്. ഉരുളിയിലൊക്കെ നല്ല കിട്ടിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉണ്ടാക്കിയാൽ അടുപ്പിൽ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുത്താൽ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ കുക്കറിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ മത്തൻ ക്ലീൻ ആക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ്, നമ്മൾ വൻപയറിൽ വേറെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് മത്തലിലും ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അടുപ്പിലാണെങ്കിലും ഇതുപോലെ അങ്ങ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് മത്തനൊന്ന് വെന്ത് സെറ്റായിട്ട് വരണം കേട്ടോ. കുക്കറിലാണെങ്കിൽ 2 വിസിലടിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും മത്തൻ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നോളൂ കേട്ടോ. ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം മതിയാവും കുക്കറിലൊക്കെ വെക്കുന്ന സമയത്തെ. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓലനിലേക്കുള്ള മത്തങ്ങയല്ലേ, മത്തങ്ങയും ഞാൻ പറഞ്ഞിട്ടുള്ള പയറില്ലേ, അത് നീളത്തിൽ ഈ ഒരു ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പയർ, മത്തൻ കൂടുതൽ, കുറച്ച് വൻപയർ അങ്ങനെയൊക്കെയാണ് കേട്ടോ വേണ്ടത്. വൻപയർ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ടിട്ടില്ല. ആ പയറും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു പച്ചമുളക് ഞാനിതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് വേവാനുള്ളത്. കുറച്ചുപ്പ്, ഒരുപാട് ഉപ്പായി പോകരുത്, അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒറ്റ വിസിൽ മതി കേട്ടോ. ഒന്ന് ഇനിയിപ്പോൾ പെട്ടെന്ന് വേകുന്നില്ലെങ്കിൽ 1-2 വിസിൽ അത്രയും മതിയാവും. പിന്നെ നമ്മൾ രസത്തിന് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു മല്ലിയിലേൻ്റെ തണ്ട്, ഒരു തക്കാളി, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, അതും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പുളിവെള്ളം, നമ്മൾ പുളിക്കൊക്കെ ആവശ്യത്തിനുള്ള പുളിവെള്ളം എടുക്കുക. പിന്നെ അത് കുറച്ചേ ഉള്ളൂ, കുറച്ചുകൂടെ വെള്ളം, സാധാ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഇങ്ങനെ ഒന്ന് കുക്കറിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 വിസിലടുപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും അത് വെന്ത് കിട്ടുമല്ലോ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ 3ഉം നമുക്ക് അടുപ്പിലായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പം എല്ലാവരും കുക്കറിലും കാര്യങ്ങളിലൊക്കെ എളുപ്പത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ അടുപ്പിൽ വെക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. ടേസ്റ്റ് കിട്ടുക, നല്ല ടേസ്റ്റ് ഇങ്ങനെയായാലും ഉണ്ടാവും, ടേസ്റ്റ് കൂടും, അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതാ ഇനി അരപ്പിനുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എരിശ്ശേരിയിലേക്ക് ഇതാ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് എരിവ് വേണം, ഒരുപാട് വേണ്ട. ഒരു 5 അല്ലി ചെറിയ വെളുത്തുള്ളിയാണ്, 5 അല്ലി ചെറിയ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ മറന്നുപോയതാണ് നമ്മുടെ എരിശ്ശേരീൻ്റെ മിക്സിലേക്ക്. പിന്നെ ഇതാ ഇപ്പുറത്ത് നമുക്ക് എരിശ്ശേരിയിലേക്ക് കുറച്ച് തേങ്ങ വറുക്കാൻ വേണം, അതവിടെ ഉണ്ട്. ഞാൻ ജാറിലിട്ട തേങ്ങ പാലെടുക്കാനാണ് കേട്ടോ, നമ്മൾ ഓലനിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഓലന് ഇതാ മത്തനും പയറും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്കുള്ള വൻപയർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൻപയർ ഇടുന്ന സമയത്ത് ഒരുപാട് ആവരുത് കേട്ടോ, മത്തൻ ആയിരിക്കണം കൂടുതൽ ഉണ്ടാവേണ്ടത്, അവിടെ ആയിരിക്കണം വൻപയർ ഉണ്ടാവേണ്ടത് കേട്ടോ. അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ പച്ചപ്പയർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വൻപയറും മത്തനും മാത്രം ഉണ്ടാക്കും. അതുപോലെ തന്നെ കുമ്പളങ്ങയും മത്തനും മാത്രം ഉണ്ടാക്കും കേട്ടോ. ഈ പച്ചപ്പയർ കൂടെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു. 2 പയർ മതിയാവുമേ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളൂ കേട്ടോ, ഒരു വറവിടാനും. ഇനിയിപ്പോൾ നമ്മൾ രസത്തിൻ്റെ കൂട്ട് വെന്ത് വന്നപ്പോൾ കൈ വെച്ച് നന്നായിട്ട് ഞെരടിയിട്ടുണ്ട്, അതിൻ്റെ ആ ജ്യൂസൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് അരിപ്പ് കൊണ്ടൊന്നും അരിക്കേണ്ട, കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇനി ചെറിയ ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ കയ്യിൽ കിട്ടുന്നത് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു വെള്ളത്തിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ വെള്ളത്തിലേക്ക്, നമുക്ക് എത്രയാണോ രസം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ആക്കിയിട്ടെടുക്കുക. പുളിവെള്ളം അതിനനുസരിച്ച് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ആക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ, ഞാനൊരു ചെറിയ അളവ്, നമുക്ക് 3 പേർക്കുള്ള അളവാണ് കേട്ടോ എടുക്കുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ കഷ്ണം ശർക്കര ഉരുക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മളെ കായപ്പൊടിയാണ്, സാമ്പാറിൻ്റെ കായല്ലേ, അതാണ്, അത് കട്ടയായിരുന്നു, അത് ഞാനൊരു കഷ്ണം ഇട്ട് കൊടുത്തു. കായപ്പൊടിയാണെങ്കിലും ഈ സമയത്ത് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് തിളച്ച് റെഡി ആയിട്ട് വരില്ലേ, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു 5 മിനിറ്റൊക്കെ തിളക്കണം. പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഫ്ലേവർ കൂടുതലുണ്ടാവുമേ. ഇനി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ വെച്ചിട്ട് രസം തിളപ്പിച്ചെടുക്കണം. ഇത് രണ്ടും ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കട്ടെ, ജസ്റ്റ് മിക്സിങ്ങേ ബാക്കിയുള്ളൂ. അപ്പോൾ അതൊന്ന് റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മത്തന് എരിശ്ശേരിയിലേക്കുള്ള മത്തലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയണ്ട കേട്ടോ, ഉടഞ്ഞു പോകും, മൊത്തത്തിൽ ഉടഞ്ഞു പോകരുത്, എന്നാൽ കുറച്ച് ഉടയുകയും വേണം, അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരപ്പ്, വെള്ളമെല്ലാം ഡ്രൈ ആവണ്ട, ചെറിയൊരു കുഴമ്പ് രൂപത്തിൽ, കുഴപ്പമില്ല കേട്ടോ.
നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു. അരപ്പ് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് തന്നെ ഞാനിപ്പോൾ മറന്നുപോയതാണ്, വൻപയർ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വൻപയർ ഇതിൻ്റെ കൂടെ എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും ഒരുപാട് വൻപയറായി പോകരുത്, മത്തനായിരിക്കണം കൂടുതൽ ഉണ്ടാവുന്നുണ്ടതേ. അതിന് കണക്കാക്കി നിങ്ങൾ മിക്സാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് പൊതിഞ്ഞ് അടച്ച് വെച്ച് കൊടുക്കുക. ഒന്ന് ആവി കയറി അരപ്പൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറി വരട്ടെ കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് അപ്പുറത്ത് ഓലൻ്റെ മിക്സെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, വെന്തൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയതാണ്. ഇനി അതിലേക്ക് നല്ല കട്ടിപ്പാൽ, ഞാനൊരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പാലെടുത്തതാണ്. അപ്പോൾ ആ പാൽ ഒഴിച്ച് കൊടുത്തു. നിങ്ങൾ കുമ്പളങ്ങ ഇളവനാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ വെള്ളം കുറച്ചൊഴിച്ച് വേവിച്ചാൽ മതി കേട്ടോ. അതിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു എന്താ പറയുക, ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് വരില്ല, വെള്ളം പോലെ ആയിപ്പോവും. അതിന് ആ വെള്ളം ഒട്ടും ഇല്ലാണ്ടാക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഗ്രേവിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇല്ലെങ്കിൽ അത് ലൂസായിട്ട് പോവേ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ടൈറ്റാക്കാനും വേണ്ടി പറ്റൂല, തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനും പറ്റൂലല്ലോ, അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ വറവ് ബാക്കിയുണ്ട്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എരിശ്ശേരീൻ്റെ തേങ്ങയിലേക്ക് ആവിയൊക്കെ കയറി തേങ്ങ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് വറവിടാനുണ്ട്, തേങ്ങ ഒന്ന് വറുത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഓലനൊന്ന് സെറ്റാക്കാം. ഓലനിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കേട്ടോ, അതൊന്ന് ഒഴിച്ചു കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ആ തേങ്ങാപ്പാൽ കുറച്ച് മാറ്റി വെച്ചത് അത് തിക്കായി വന്നപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. മത്തനായതുകൊണ്ട് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരുപാടങ്ങ് ലൂസായിട്ട് പോകരുത് കേട്ടോ. ഇതുപോലെയൊക്കെ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ അടിപൊളി ഓല ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എരിശ്ശേരി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇനി ഒരു വറവ് ആവശ്യമുണ്ട്. അങ്ങനെയാണ് നമ്മൾ വറുത്തിടുന്നത് കൊണ്ടാണ് ഇതിന് വറുത്ത് എരിശ്ശേരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ ഇതിലേക്കൊക്കെ. അപ്പോഴാണ് നല്ല കറക്റ്റ് ആ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയൊക്കെ വില കൂടുതലാണ്, എന്നാലും നമ്മൾ സദ്യയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പെർഫെക്ഷൻ ആയിരിക്കണം. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് പൊട്ടി വരിക. ചെറിയ ജീരകമൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. ഞാനിപ്പോൾ അറിയുന്നവർക്ക് ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലിയർ ആക്കിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് എടുക്കുക, 1/4 കപ്പ് എടുക്കുക, 1 കപ്പ് എടുക്കുക, എത്രയും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക. തേങ്ങ കൂടുന്തോറും, വറുക്കുന്ന തേങ്ങ കൂടുന്തോറും ഇതിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തു, ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കട്ടെ. നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കുന്ന ഒരു ഗോൾഡൻ കളറിലേക്ക്, എന്നാൽ തേങ്ങ കരിഞ്ഞു പോവുകയും ചെയ്യരുത്, ആ ഒരു രീതിയിലേക്ക് എടുക്കുക. എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നീട് ഞാൻ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തില്ല, അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡൻ കളർ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും മതി കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയോട് കൂടിയിട്ട് നമ്മൾ മത്തനിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പം നമ്മളെ വറുത്തെരിശ്ശേരി റെഡി. ഈ വറുത്തിടുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിന് വറുത്തെരിശ്ശേരി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ടേസ്റ്റും. മത്തൻ എടുക്കുന്ന സമയത്ത് നല്ല മൂത്ത മത്തൻ എടുക്കുക കേട്ടോ, അപ്പോഴാണ് എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മുഴുവനായിട്ട് ആ എണ്ണയും എല്ലാം ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ അടച്ച് വെക്കുക. നമ്മൾ കഴിക്കാനാകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കിത് കൂട്ടുകറീനെ പോലെ തന്നെ ഇതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, ആ ഒരു ഗണത്തിലൊക്കെ പെടുത്താം ഇതിനെ, ഈ വറുത്തൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ അധികാരം ഉണ്ടാക്കാത്ത ഒരു സംഭവമാണ് എരിശ്ശേരി എന്ന് പറയുന്നത് അല്ലേ. ഞാൻ അധിക സദ്യയൊന്നും കഴിക്കാൻ പോകുമ്പോൾ എരിശ്ശേരി കാണാറില്ല, പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ സദ്യയിൽ ആരും എരിശ്ശേരിയൊന്നും ഉണ്ടാക്കുന്നവർ ഒരുപാടുണ്ടാവും, പക്ഷേ കോമൺ ആയിട്ട് ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മത്തനൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ വറുത്ത എരിശ്ശേരിയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, അടിപൊളിയാണേ. സദ്യയിൽ ഒരു ഐറ്റം കൂടെ കൂടട്ടെ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, പെർഫെക്റ്റാണ് കേട്ടോ. എല്ലാം കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഓലനും എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
നമ്മൾ രസം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചില്ലേ, അത് ഇതാ തിളക്കാൻ വേണ്ടി വെച്ച് കൊടുത്തു. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ടാവും. മൊത്തത്തിലൊന്ന് തിളച്ച് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും മതി. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ആദ്യ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്താണല്ലോ. അതിന് ശേഷം ഒരുപാട് വറ്റിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. അതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു കേട്ടോ. അത് ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ആ ചൂടിലൊന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് അത് ആ ചൂടിൽ കുക്ക് ആയിക്കോളൂ കേട്ടോ. അത്രയും മതി. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാം. ആ വറവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ എടുത്തത്. നല്ല നെയ്യ് എടുക്കുക. നെയ്യ് തന്നെ എടുക്കണം, വെളിച്ചെണ്ണയല്ല. അതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക, കറിവേപ്പില, ഉണക്കമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കട്ടോ. അതെന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതാ അതൊന്ന് വറവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നെയ്യും ഒന്നും എടുക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നെയ്യ് ഒട്ടും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്തോ. പക്ഷേ ടേസ്റ്റ് ഇതിനാണ് കേട്ടോ കൂടുതൽ. ഒരുപാട് നെയ്യും വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. രസത്തിലേക്ക് പാകത്തിന് മതി. ഞാൻ കുറച്ച് അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആ ശർക്കര, പുളിവെള്ളം, ഉപ്പ് അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അവിടെ ഈ തക്കാളീൻ്റെ പീസ്, മല്ലിയിലെ പീസൊക്കെ നമുക്ക് കടിക്കാനും കിട്ടും. നല്ല പെർഫെക്റ്റ് രസമാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രസം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണേ. ശർക്കര ഇടുന്നത് നമുക്ക് എവിടെയോ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോ. കായപ്പൊടി വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വറവിടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ടെന്ന്. ഇന്ന് എൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത് എൻ്റെ കൗണ്ടർ ടോപ്പിലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ മഴയായിട്ടും തണുപ്പായിട്ടും ഇങ്ങനെ കറുപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ വീഡിയോയിൽ കാണില്ല, ഞാൻ അടുപ്പിച്ച് പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കൗണ്ടർ ടോപ്പിൽ നമ്മൾ സാധനം വെക്കുകയാണെങ്കിലും അല്ലെങ്കിലൊക്കെ വുഡിൻ്റെ ഐറ്റംസൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ പൂപ്പൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ ഒക്കെ വരുന്നത് പോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ട്രേൻ്റെ മുകളിൽ, പിന്നെ ഈ വുഡിൻ്റെ ഇങ്ങനത്തെ മുകളിലൊക്കെ വരും കേട്ടോ. നമുക്കിവിടെ വയനാട് ആയതുകൊണ്ടും തണുപ്പ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടും എപ്പോഴും ആ ഒരു ഈർപ്പം നിൽക്കുന്ന കാലാവസ്ഥയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടും ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൂടുമ്പോൾ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഈ വുഡിൻ്റെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെറുതെ ഒന്ന് തുടച്ച് പോകും കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു 2-3 മാസം റെസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും ഇതൊക്കെ കറുത്ത് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു സമയം ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള വീഡിയോയും കാര്യങ്ങളും അങ്ങനത്തെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊന്നും എടുത്തിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വുഡിൻ്റെ ഇത് കണ്ടോ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു കപ്പ് ഹോൾഡർ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ചൂടുള്ള സ്ഥലത്ത് ഇത്രയും വരില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ വരും. പക്ഷെ നമുക്കിവിടെ കുറച്ച് കൂടുതലായിട്ട് വരും കേട്ടോ. ഞാൻ എപ്പോഴും ഇത് ശ്രദ്ധിക്കലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ 2-3 മാസം ഞാൻ അങ്ങനത്തെ പണികളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഇതിങ്ങനെ കറുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ആയതല്ലേ, കുറേ നാളായി ആയിട്ട്. പക്ഷെ എനിക്ക് ക്ലീൻ ചെയ്യാനെന്നുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇത് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കട്ടെ. പിന്നെ ഇത് ആ ജഗ് ഇങ്ങനത്തെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലും കറുത്ത നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ കറുത്തിങ്ങനെ പൂപ്പൊരു പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇതൊന്നും പിന്നെ പ്രശ്നമില്ല, സെറാമിക്കിൻ്റെ ഒക്കെ ആയതുകൊണ്ട് തന്നെ കഴുകിയാൽ മതി. കഴുകി ഉണക്കി കഴിഞ്ഞാൽ അതങ്ങ് ക്ലീൻ ആവും. പക്ഷെ വുഡിൻ്റെ ആണ് നമ്മൾ പ്രശ്നം കേട്ടോ. അത് കുറേ ആയിക്കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ വൈകിട്ടത് കണ്ടോ, ഇതൊക്കെ അതാണ് കേട്ടോ. നല്ല കറുപ്പ് പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ തുടക്കുന്ന സമയത്ത് അങ്ങോട്ടും കൂടി സ്പ്രെഡ് ആകുക കേട്ടോ ചെയ്യുക, അത് പോവില്ല. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം കൂടുമ്പോൾ, അതൊരു ടിപ്പാണ് കേട്ടോ. 2 ദിവസം നിങ്ങൾക്ക് കൂടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ഈ പൂപ്പിൽ വരുന്ന സംഭവങ്ങളൊക്കെ 2 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. അതെപ്പോഴും നിങ്ങൾ മഴക്കാലത്ത് ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, ഇപ്രാവശ്യം ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വലിയൊരു ഡീപ്പ് ക്ലീനിങ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഇനി ഞാൻ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഒരു ഭാഗത്തുള്ള ഐറ്റംസൊക്കെ അങ്ങ് മാറ്റിയിട്ട് ആ ഭാഗം തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ആ വോളും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ചിട്ട് കഴുകുന്നത് അങ്ങോട്ടേക്ക് വെക്കാമല്ലോ, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യട്ടെ. പിന്നെ ഈ ഒരു കണ്ടെയ്നറിലൊന്നും, ഈ സെറാമിക്കിൻ്റെ ഈ ഒരു ബോട്ടിലൊന്നും സാധനങ്ങളില്ല കേട്ടോ, കാലിയാണ്. ഞാൻ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ കാലിയായിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കഴുകാനും കുറച്ചുകൂടെ ഈസിയാണ്. പിന്നെ പഞ്ചസാര, ചായപ്പൊടി അതൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് കഴുകുകയാണേ. അപ്പോൾ ഈ ചിലർ ചിന്തിക്കും ഇതെന്തിനാ ഇത്രയും കൗണ്ടർ ടോപ്പിൽ സാധനങ്ങൾ വെച്ച്, അതുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്നതെന്ന്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെക്കാനും. ഭംഗിയുള്ള സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എനിക്കിഷ്ടമാണ്. കാലിയായിട്ടുള്ള കൗണ്ടർ ടോപ്പ് കാണാനും ഇഷ്ടമാണ്, അത് വേറൊരു ഭംഗിയാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതും എനിക്കിഷ്ടമാണ് കേട്ടോ. രണ്ടും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ, ഇപ്പം ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുകയാണ്, ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊന്നും ഒരു സാധനം ഇല്ലാതെ ഞാൻ അവിടെ നിന്ന് പാത്രം കഴുകി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലി ഒരു ഭംഗിയും ഉണ്ടാവില്ല കാണാൻ. അല്ല അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പ്ലാന്റൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തന്നെ പോട്ട് ഐറ്റങ്ങളൊക്കെ വെച്ചിട്ട് അത് കാണുമ്പോൾ ഒരു കണ്ണിനൊരു ഭംഗിയില്ലേ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വെക്കുന്നത്. അപ്പം അല്ലെങ്കിലൊന്നും നമ്മൾ ഇത്രയും അധികമൊന്നും വെക്കൂല കേട്ടോ. നമ്മളെ എന്താ പറയുക, ഇതൊരു നമ്മളെ ജോലിയാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലല്ലേ നമ്മളെ കിച്ചണും നമ്മളെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോവുക, അത്രയേ ഉള്ളൂ. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതിയേ. അതാ ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യം തുടക്കത്തിൽ എൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എൻ്റെ കൗണ്ടർ ടോപ്പ് കാലിയായിരിക്കും. അവിടെ എന്തെങ്കിലും ഒരു പ്ലാന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് എന്താ പറയുക ഭംഗിയാക്കി ഓരോന്ന് അതിൻ്റെ രീതിയിൽ സ്ഥാനത്തിലൊക്കെ വെച്ച് ഇങ്ങനെ ആക്കി കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചുമര് ഭാഗവും ആ ഒരു ടൈലിൻ്റെ ഭാഗവും കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ഒരാഴ്ച നമ്മൾ എടുത്ത് തുടച്ചിട്ടില്ലെങ്കിൽ പൊടി, പ്രാണികൾ, അങ്ങനെ ഉറുമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ സാധാ കൗണ്ടർ ടോപ്പ് തുടക്കാണ്ടിരുന്നാൽ ഉണ്ടാവണമില്ലേ, ഇപ്പോൾ എന്നും നമുക്കതൊന്ന് മാറ്റിയിട്ട് തുടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഇതാ കിച്ചണിൻ്റെ ഈ ഒരു കിച്ചൺ കബോർഡിൻ്റെ ഡോറും കാര്യങ്ങളും അതൊക്കെ ഒന്ന് തുടച്ചു. അതിലൊന്നും അങ്ങനെ വല്ലാണ്ടൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊന്ന് തുടച്ചാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ പോയിട്ട് പിടിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു എണ്ണേൻ്റെയോ മസാലേൻ്റെയോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും, ഒന്ന് നീറ്റ്, എപ്പോഴും നല്ല നീറ്റായിട്ടിരുന്നോളും. വൈറ്റ് കിച്ചണ് നല്ലതാണോ എന്ന് കുറേ പേര് ചോദിക്കലുണ്ട്. വൈറ്റ് കിച്ചണ് നല്ലതാണ് കേട്ടോ, ഭയങ്കര രസമാണ് കാണാൻ. വൈറ്റ് ക്ലീൻ ആക്കിയാലൊക്കെ വേഗം ക്ലീൻ ആവും. പക്ഷേ ക്ലീൻ ചെയ്യണം, നമ്മൾ എപ്പോഴും ക്ലീനായിട്ട് തന്നെ കൊണ്ടു നടക്കണം. എങ്ങനെ, ഇപ്പം മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കൗണ്ടർ ടോപ്പല്ല കിച്ചൺ കബോർഡിൻ്റെ പുറം ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി കൊണ്ടു നടക്കണം. ഇല്ലെങ്കിൽ അഴുക്ക് പിടിക്കാൻ എളുപ്പമാണ് വൈറ്റിൽ, നമുക്ക് പെട്ടെന്ന് കാണുകയും ചെയ്യും. അപ്പോൾ അത് ഭംഗിയിൽ കൊണ്ടു നടന്നാൽ നല്ല രസമാണ് വൈറ്റ് കിച്ചണ് കാണാൻ, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ആ ഭാഗത്തുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ ഇതാ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുക്കട്ടോ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സെറാമിക്കിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ കഴുകാൻ എളുപ്പമാണ്. ഒന്ന് ചെറിയൊരു കെയർ ഉണ്ടായാൽ മതി, പൊട്ടാണ്ട് ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ഒന്നും അഴുക്കിങ്ങനെ പിടിച്ചിരിക്കില്ല. ജസ്റ്റ് നമ്മളൊന്ന് കൈ ഓടിച്ച് പോയാൽ മതി. ഇപ്പോൾ നമ്മൾ കുപ്പീൻ്റെ ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ കഴുകുമ്പോൾ കണ്ടിട്ടില്ലേ, വേഗം അങ്ങ് ക്ലീൻ ആവുമല്ലോ, അതിൻ്റെ അടപ്പിനല്ലേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അതുപോലെ ഇതും സെറാമിക്കിൻ്റെത് പെട്ടെന്നൊന്ന് ഓടിച്ചു പോയാൽ മതി കേട്ടോ, പെട്ടെന്ന് അഴുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. വെറുതെ ഒന്ന് കഴുകണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ അധികം തുടക്കുക കേട്ടോ ചെയ്യുക, ഇടയ്ക്കാണ് ഇതുപോലെ ഡീപ്പായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മളെ ഓണത്തിൻ്റെ റെസിപ്പികളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് കുറേ പേരൊക്കെ ചോദിക്കലുണ്ട്, എന്നാണ് ജംഷിൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വരേണ്ടത്, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവരും എൻ്റെ കൂടെ ഉണ്ടാക്കി കഴിക്കാൻ ജംഷി മാത്രം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമം. എന്തായാലും നമുക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഉള്ളോടൊരു ചെറിയ വിഷമം വരലുണ്ട് കേട്ടോ അങ്ങനെ പറയുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാനും ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാനും അത് ഓരോ റെസിപ്പികളും കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സാധാ പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി, ഡെയിൻ മേ ലൈഫായിട്ട് സാധാ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ നമ്മളും ഇത്ര എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ റെസിപ്പി ആയിട്ടും ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ കുട്ടികൾക്കും നിങ്ങളെ വീട്ടിലുള്ളവർക്കും ഇപ്പോൾ ഹസ്ബൻഡിനായാലും ഒക്കെ അവർക്കും ഉണ്ടാവും നിങ്ങളെ വീട്ടിൽ നിന്ന് കഴിക്കാനും ഉണ്ടാക്കാനും നിങ്ങളെ കൈകൊണ്ട് കഴിക്കാനും
ഒക്കെ ആഗ്രഹം. ചിലർക്ക് സദ്യയൊന്നും കിട്ടാത്തവരുണ്ടാവും. ഇപ്പോൾ വിഷുവിനൊന്നും ഓണത്തിനൊന്നും ഒരു വീട്ടിലും പോയിട്ട് കഴിക്കാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് അവരാഗ്രഹത്തിന് അവരെ വീട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ടുണ്ടാകുമ്പോൾ ഒന്നും ഭയങ്കര പെർഫെക്ഷനിലല്ലെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും നിങ്ങൾ ശ്രദ്ധിച്ച് അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഓരോ ടിപ്പുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫോൾട്ട് വരുന്നതും എല്ലാം നമ്മൾ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ അങ്ങനെയൊക്കെ എടുക്കുക. എന്തായാലും നിങ്ങൾ ഓരോരുത്തരെയും വന്നിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ ഓരോരുത്തരും എൻ്റെ വീട്ടിലേക്ക് വിളിക്കാനോ എനിക്ക് പറ്റൂലല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ എന്തോ അതിങ്ങനെ ആ എന്താ പറയുക കമൻ്റൊക്കെ വായിക്കുമ്പോൾ ചെറിയൊരു വിഷമം എനിക്കും തോന്നും കേട്ടോ. കഴിഞ്ഞ ദിവസം മന്തി പായസം അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. സന്തോഷമാണ് എന്തായാലും. കുറേ പേര് പറയലുണ്ട് റെസിപ്പീസ് കാണുമ്പോൾ ഹാപ്പിയാണ്, അത് കാണാൻ ഇഷ്ടമാണ്, ഉണ്ടാക്കി നോക്കാറുണ്ട്. ചിലർ പറയലുണ്ട് ഇന്ന് ജംഷീൻ്റെ വീട്ടിലത്തെ റെസിപ്പീസാണ് ഐറ്റംസാണ് നാളെ ഞങ്ങളെ വീട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ പൊതുവേ ഓണായതുകൊണ്ട് തന്നെ ഓണം തിരക്ക് എക്സാം എല്ലാം ആയതുകൊണ്ട് തന്നെ നമ്മളെ കുറേ വ്യൂസൊക്കെ കുറവാണ് നമുക്ക്. എപ്പോഴുള്ള വ്യൂസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനത്തെ നല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴല്ലേ അടുത്ത ദിവസം നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഇടാനും ഒക്കെ നമുക്ക് തോന്നുന്നത് ഇങ്ങനത്തെ കമൻറ്റൊക്കെ കാണുന്നത് കൊണ്ടാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ ഓരോ കമൻറ്റിനും, നിങ്ങളെ എന്താ പറയുക ഓരോ വാക്കിനും ഒക്കെ ഞാൻ അത്രയും വാല്യൂ കാണുന്നുണ്ട്, വാല്യൂ കൽപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ 10 മടങ്ങ് ഇഷ്ടം എനിക്ക് നിങ്ങളോടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ നല്ല നല്ല വീഡിയോ തന്നിട്ട് എനിക്കത് നിങ്ങളോട് കാണിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോയിൽ ആഡും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്ന, എനിക്ക് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്ന സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു പോവാറുണ്ട്. ഇപ്പോൾ ഓരോരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ രീതിയിൽ എടുത്താൽ മതി. കാര്യം അതൊക്കെ നമ്മൾ വീഡിയോൻ്റെ പാർട്ടാണ്. പിന്നെ കുറേ പേരെല്ലാം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ വാങ്ങുന്ന പാത്രത്തിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാറുണ്ട്. അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ തരാറുമുണ്ട്. അപ്പോൾ എനിക്ക് വരുന്ന സാധനങ്ങൾ ഐറ്റംസ് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുള്ളൂ കേട്ടോ. അല്ലാത്തതൊക്കെ ഞാൻ തിരിച്ച് അയക്കാറുമുണ്ട്. എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരില്ല. നിങ്ങളോട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കാണിച്ചിട്ട് എനിക്ക് ഒരു കാര്യവും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വാങ്ങാനാണെങ്കിൽ അത് വാങ്ങുക തന്നെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ സംസാരിച്ചു എന്നേ ഉള്ളൂ. ഇതുള്ള നമ്മളെ കട്ടിംഗ് ബോർഡില്ലേ, കട്ടിംഗ് ബോർഡ് ക്ലീൻ ആക്കുന്നത് ഞാൻ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാധാ സ്ക്രബ്ബർ കൊണ്ട് അധികം പോയിട്ടുണ്ടായില്ല, ചെറുതായിട്ടൊക്കെ പോകും. പക്ഷേ ആ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നമ്മുടെ കമ്പിച്ചകരിയില്ലേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ, അത് വെച്ചിട്ട് ലിക്വിഡ് വെച്ചിട്ട് ഉരച്ചാൽ മതി കേട്ടോ. വുഡ് നാശാവുമൊന്നുമില്ല. നിങ്ങൾ കട്ടിംഗ് ബോർഡാണെങ്കിൽ നിങ്ങൾ ആ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്ക്. കറുത്ത കട്ടിംഗ് ബോർഡ് നിങ്ങൾ ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ലെമണൊക്കെ വെച്ചിട്ട് ഉരച്ച് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സ്ക്രബ്ബർ കൊണ്ട് ഉരച്ചാൽ പോകും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടൊന്നും പോകില്ല കേട്ടോ. എപ്പോഴും വരുന്നതൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഉരച്ച് കഴുകുക കേട്ടോ ചെയ്യുക. അപ്പം നല്ല ക്ലീനായിട്ട് എനിക്ക് കിട്ടലുണ്ട്. ഇപ്പം എൻ്റെ കട്ടിംഗ് ബോർഡും എല്ലാം കുറേ എണ്ണത്തിന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൊത്തം കഴുകി ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് ആ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തു കേട്ടോ. ഒക്കെ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി തുടച്ച് നല്ല വെട്ടിത്തിളങ്ങുന്ന കൗണ്ടർ ടോപ്പും സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഇപ്പോൾ ഞാൻ തുടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ദിവസം ഞാൻ നാളെ ചിലപ്പം രാത്രി ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് രാവിലെ വരെ അങ്ങനെ ഇരുന്നോട്ടെ. തണുപ്പല്ലേ, തണുപ്പ് ഏരിയല്ലേ, ഇപ്പോഴും തണുപ്പും മഴയൊക്കെ അല്ലേ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഈ വുഡിൻ്റെ ഐറ്റംസൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പുറത്ത് തന്നെ അങ്ങ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നില്ല. നാളെ രാവിലെ അടുത്ത ദിവസം രാവിലെ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ നോക്കി പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം വീഡിയോ എടുക്കുമ്പോൾ അതും കൂടെ ചേർത്തിട്ട് അങ്ങ് എടുക്കും കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ വുഡിൻ്റെ ഐറ്റം അത് കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ ബ്ലാക്ക് കളറും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ചിലതിൻ്റെ മുകളിലൊന്നും നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതൊക്കെ സാധാ സ്ക്രബ്ബർ കൊണ്ട് കഴുകിയാൽ തന്നെ പെട്ടെന്ന് അങ്ങ് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. എല്ലാം ക്ലീനാക്കി നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ അടുത്ത ദിവസം ഫുള്ള് അറേഞ്ച് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഫുള്ള് ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് വെച്ച ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ ഇടയിൽ നീട്ടി കൊണ്ടുപോയതാണ് കേട്ടോ. ഇപ്പം എന്തായാലും മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമുണ്ട്. നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പണി ഫുൾ ചെയ്ത് ഫിനിഷായി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു സന്തോഷം കിട്ടില്ലേ, ഒരു മാനസിക സന്തോഷം കിട്ടില്ലേ. അപ്പോൾ അത് ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പണി ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. വാഷ് ചെയ്തതൊക്കെ ഒന്ന് മേലെ പോയിട്ട് ആറിയിട്ടു. നല്ല മഴയാണ് കേട്ടോ ഇന്നൊക്കെ. ഇന്നും ഇന്നലെയും തന്നെ നല്ല മഴയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് റഫീഖ ഉണ്ട് കേട്ടോ. റഫീഖ ഇന്ന് ലീവാണ്. അപ്പോൾ ഇതാ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. എന്താണെന്നറിയില്ല, ഞാൻ 3 ദിവസം നമ്മൾ ഇപ്പം അടക്കം ഇന്നത്തെ അടക്കം നാലാമത്തെ എപ്പിസോഡാണ്. 4 ദിവസം റഫീഖ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് റഫീഖ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഇങ്ങനത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ള ആൾ നമ്മളെ കൂടെ കഴിക്കാനുണ്ടെങ്കിൽ നല്ല രസമല്ലേ, എല്ലാവരും കൂടി കഴിക്കുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് എന്നും ഈ ഒരു 4 ദിവസവും കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ലീവായിട്ട് ഇപ്പോൾ എന്തായാലും വീട്ടിലുണ്ട്. വെജ് ഫുഡ് ഇങ്ങനത്തെ സദ്യ ഐറ്റംസ് ഇല്ലേ, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് രസം ഇങ്ങനെ വെറുതെ ഇരുന്ന് കുടിക്കും കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാവും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അതുപോലെ അറിയിക്കാൻ, അഭിപ്രായങ്ങൾ അറിയിക്കാൻ എന്തായാലും മറന്നു പോകല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ കുറേ റെസിപ്പീസും ഡേ ഇൻ മൈ ലൈഫും ക്ലീനിങ്ങും വീഡിയോസും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം കേട്ടോ. റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.